നിങ്ങളുടെ വീട്ടിൽ നിധിയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ ഈ 2024ലും ഇങ്ങനെ സിദ്ധനും മന്ത്രവാദിയും എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നവരുണ്ട്. അതൊക്കെ വിശ്വസിച്ച് കെണിയിൽ പോയി വീഴുന്നവരുമുണ്ട്. പാലക്കാട് പട്ടാമ്പിയിൽ നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മയുടെ 8 പവൻ സ്വർണ്ണാഭരണം തട്ടിയെടുത്തത് ഒരു വ്യാജ സിദ്ധനാണ്. സംഭവത്തിൽ പാലക്കാട് സ്വദേശി റഫീഖ് മൗലവിയെ ചെർപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ചാരിറ്റി സംബന്ധമായി സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റിന് താഴെ സഹായം അഭ്യർത്ഥിച്ച ഫോൺ നമ്പർ സഹിതം കമന്റിട്ട വീട്ടമ്മയാണ് തട്ടിപ്പിനിരയായത്. ഈ നമ്പറിൽ ബന്ധപ്പെട്ട റഫീഖ് മൗലവി വീട്ടമ്മയുടെ വിവരങ്ങൾ അന്വേഷിക്കുകയും താൻ സിദ്ധനാണെന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു നൽകാമെന്നും പറഞ്ഞ് വിശ്വാസം നേടിയെടുക്കുകയായിരുന്നു. അബ്ദുൾ റഷീദ് തങ്ങൾ എന്ന വ്യാജപേരിലായിരുന്നു തട്ടിപ്പ്. ആദ്യം പ്രാർത്ഥനയും മന്ത്രങ്ങളുമെല്ലാം പറഞ്ഞു കേൾപ്പിച്ച് സിദ്ധനാണെന്ന വിശ്വാസം ഉണ്ടാക്കിയെടുത്തു. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു സംഭവം. തുടർന്ന് ഫോണിലൂടെ വീട്ടമ്മയുമായി ബന്ധപ്പെട്ട് വീടിനകത്ത് നിധിയുണ്ടെന്നും അത് കിട്ടുന്നതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും പറഞ്ഞു. ഇതിനായി വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ 7 ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നും നിർദ്ദേശിച്ചു. റഫീഖ് മൗലവി പറഞ്ഞ പ്രകാരം മാർച്ച് 1 നെല്ലായിയിലെ വീടിനടുത്ത് കാത്തുനിന്നയാളിന് വീട്ടമ്മ തന്റെ 8 പവൻ സ്വർണ്ണാഭരണങ്ങൾ കൈമാറി. വീട്ടിലെ മറ്റുള്ളവരോട് ഈ വിവരം പറഞ്ഞിരുന്നില്ല. തുടർന്നും 2 ആഴ്ചയോളം ഫോണിൽ ഇരുവരും ബന്ധപ്പെട്ടിരുന്നെങ്കിലും നിധി ലഭിക്കാതെ വന്നതോടെ വീട്ടമ്മ സ്വർണം തിരികെ ആവശ്യപ്പെട്ടു. എന്നാൽ മാർച്ച് 21 റഫീഖ് മൗലവിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. തുടർന്നാണ് ഇവർ ചെർപ്പുളശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. നേരിൽ ഇരുവരും കണ്ടിരുന്നില്ല. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ വടക്കാഞ്ചേരി അമ്പലാപുരത്തെ വാടക വീട്ടിൽ നിന്നാണ് റഫീഖ് മൗലവിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. 2010 സമാനമായ ഒരു കേസ് പട്ടാമ്പിയിലും ഇയാളുടെ പേരിലുണ്ട്. പ്രതിയുടെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുക്കുപണ്ടങ്ങളുടെ വൻ ശേഖരവും ബില്ലുകളും കണ്ടെത്തി. കൂടുതൽ പേർ ഇയാളുടെ വലയിൽ കുരുങ്ങിയതായി സംശയിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പട്ടാമ്പി.